ഓട്ടിസം എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഏത് കുട്ടിക്കാണെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി വന്നാലോ ഇതൊരു ഓട്ടിസമാണോ എന്നൊരു സംശയം വരും. അപ്പോൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അവർക്ക് മിക്കവാറും കുട്ടികൾക്ക് സാധാരണ നിലയിലുള്ള ഡെവലപ്മെൻറ്റ് ആദ്യം 1 വയസ്സെല്ലാം ആകുമ്പോൾ സാധാരണ നിലയിലുള്ള ഡെവലപ്മെൻറ്റ് വരും. ഒരു വയസ്സിനും 2 വയസ്സിനും ഇടയിലായി ഇവർക്കുണ്ടായ ഡെവലപ്മെൻറ്റ് പുറകോട്ട് പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. സംസാരം ഉണ്ടായിരുന്നൊരു കുട്ടിക്ക്, കൂടുതൽ വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പതുക്കെ സംസാരം പുറകോട്ടാവുകയും ചില കുട്ടികൾ തികച്ചും അവരുടെ സംസാരം നിശേഷം നിന്നു പോവുകയും ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് ഒരു പ്രത്യേക നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കുറഞ്ഞു വരും. മൂന്നാമത്തെ കാര്യം ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് കുട്ടി ഒരിടത്ത് അടങ്ങിയിരിക്കാനുള്ള ഒരു കഴിവ് കുറഞ്ഞു വന്ന് കുട്ടി എപ്പോഴും ഓടി നടക്കുകയും അങ്ങനെയുള്ളൊരു കാര്യം വരികയും ചെയ്യും. അപ്പോൾ ഇതിന് പ്രധാനമായും ഈ ഓട്ടിസം എന്ന് പറയുന്നതിന് എന്താണ് ഒരു മൂല കാരണം എന്നുള്ളത് ഇതേവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഒരു ഏകദേശം 30% കേസുകളിൽ ഓട്ടിസം ഉള്ള രോഗികൾക്ക് അവർക്ക് ഒരു ക്രോമസോം സംബന്ധമായിട്ടുള്ള ഒരു തകരാറോ അല്ലെങ്കിൽ ജീൻ ലെവലിലുള്ള ഒരു തകരാറോ അല്ലെങ്കിൽ ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്നുള്ള ഒരു പ്രത്യേക ഒരു രോഗമോ, പ്രത്യേകിച്ച് ഇത് ആൺകുട്ടികളിലാണ് കാണുന്നത്. ഈ ഏതെങ്കിലും ഒരു കാരണങ്ങൾ ഒരു ഓട്ടിസത്തിൻ്റെ ഒരു കാരണമാകാം, അല്ലെങ്കിൽ തലച്ചോറിനകത്തുള്ള ന്യൂറൽ വയറിങ് അതിൻ്റെ ഒരു തകരാറ് കൊണ്ടും ആവാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ളൊരു ടെസ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കും. പിന്നെ ഒരു പുതിയതായിട്ടൊരു പദം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വാക്ക് വെർച്വൽ ഓട്ടിസം എന്നൊരു കാരണമാണ്. ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കുള്ള അമിതമായിട്ടുള്ള മൊബൈൽ സ്ക്രീൻ എക്സ്പോഷറും അല്ലെങ്കിൽ ടി വിയിലുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ അമിതമായിട്ട് കാണുന്നത് കൊണ്ട് കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യുകയും എപ്പോഴും അത് തന്നെ കാണാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നതാണ് ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ അതും ആ കുട്ടികൾക്കും ഏകദേശം ഈ സംസാരം എല്ലാം പുറകോട്ട് പോവുകയും പിന്നെ ബാക്കി ഒരു പ്രത്യേക അവരുടെ കളിയിലുള്ള ഇൻട്രസ്റ്റ്, അവർക്ക് പലതരം ടോയ്സ് വെച്ച് കളിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയുകയും പ്രത്യേകിച്ച് അവർക്കൊരു ഒരു പ്രത്യേക ഒരു ടോയോട് അമിതമായ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ടോയിലെ വീൽ മാത്രം ഉരുട്ടുന്ന സ്വഭാവം, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനത്തെ ചെറിയ ക്യൂബ്സ് എല്ലാം ഒന്നിനു മേലെ ഒന്നായി അടുക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രത്യേകതകളൊക്കെ ഈ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് പേരൻസിനോട് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, ഏത് കുഞ്ഞിനാണോ ഇങ്ങനെ ആദ്യം തന്നെ ഒരു നമുക്ക് മുഖത്തൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കുട്ടി പുറകോട്ട് പോകുന്നു എന്ന് തോന്നുകയോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സംസാരത്തിൽ ഒരു കാര്യമായ പ്രകടമായ ഒരു പുറകോട്ട് പോകുന്ന ഒരു ലക്ഷണം കാണുകയോ ചെയ്താൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടണം. അപ്പോൾ എത്ര നേരത്തെയാണ് നമ്മൾ ചികിത്സ ആരംഭിക്കുന്നത് അതനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും കുട്ടിക്ക് കിട്ടും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് മുഖത്തിൽ ഒരു പ്രത്യേകത അവരെ കണ്ടുപിടിക്കാനോ അങ്ങനെയൊന്നും സാധ്യമല്ല. നമുക്ക് മുൻപേ തന്നെ ഇങ്ങനൊരു കുഞ്ഞിന് ഇങ്ങനൊരു ഓട്ടിസം വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ചികിത്സ എന്ന് പറയുന്നത് നമ്മൾക്ക് കുട്ടിക്കുള്ള പ്രത്യേകം സ്പീച്ച് ട്രെയിനിങ്ങും അതുപോലെ തന്നെ കുട്ടിക്ക് ഒരു ഡെവലപ്മെൻറ്റൽ ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് കുഞ്ഞിനെ തിരിച്ച് കേപ്പബിളാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത് പേരൻസ് എന്നുള്ള നിലയിൽ ഓരോ മാതാപിതാക്കൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.